ഏവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പുൽക്കുട്ടിൽ പിറക്കുന്ന ദിവ്യ ഉണ്ണീശോയെ കണ്ട് ആരാധിക്കാനും സമ്മാനങ്ങൾ കൊടുക്കാനും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് ഉണ്ണീശോയ്ക്ക് ലഭിച്ച ആദ്യ സമ്മാനങ്ങളെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താം. പേരെഴുതിക്കലിൻ്റെ ചടങ്ങുകളും ശിശുജനനവുമായി ബന്ധപ്പെട്ട അനുഷ്ഠാനങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം പരിശുദ്ധ കന്യകാമറിയവും വിശുദ്ധ യൗസേപ്പും മടക്കയാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജെറുസലേമിനെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു വാർത്ത പ്രചരിച്ചു. യഹൂദർക്ക് ഒരു പുതിയ രാജാവ് ജനിച്ചിരിക്കുന്നു. ആ രാജാവിനെ നേരിട്ട് കണ്ട് ആരാധിക്കാൻ പൗരസ്ത്യ നാട്ടിൽ നിന്ന് 3 മഹാജ്ഞാനികൾ ജെറുസലേമിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അവർണ്ണനീയമായ തേജസ്സുള്ള ഒരു മഹാനക്ഷത്രം മറ്റു നക്ഷത്രങ്ങളെ നിഷ്പ്രഭമാക്കുമാർ പ്രശോഭിക്കുന്നത് അവർ കണ്ടു. അവയെ പിന്തുടർന്നെത്തിയ ജ്ഞാനികൾ ഒരു ഗുഹയിൽ ഉണ്ണീശോയെ കണ്ടെത്തുന്നു. ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കണ്ട് അവനെ കുമ്പിട്ട് ആരാധിച്ച് നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ച സമർപ്പിച്ചു. എന്താണ് ഈ 3 സമ്മാനങ്ങളുടെയും പ്രത്യേകതയെന്ന് നോക്കാം. മഹാജ്ഞാനികളിൽ ഒരാളായിരുന്ന നരച്ചു വെളുത്ത മുടിയും നീണ്ട താടിമീശകളുമുള്ള വൃദ്ധനായ മെൽക്കിയോർ കാഴ്ചയർപ്പിച്ചത് സ്വർണമായിരുന്നു. സാധാരണ രാജാക്കന്മാരെ കാണാൻ ചെല്ലുമ്പോൾ ആ കാലത്ത് സ്വർണം കാഴ്ച അർപ്പിക്കുന്നൊരു പതിവുണ്ട്. രാജാവാകാൻ വേണ്ടി ജനിച്ച മനുഷ്യനാണ് ഈശോ എന്നാണ് സ്വർണം കാഴ്ചവെച്ചതിലൂടെ സൂചിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഈശോ എന്ന രാജാവിൻ്റേത് അധികാരത്തിൻ്റെയും ഭരണത്തിൻ്റെയും അടിസ്ഥാനം ആയുധത്തിൻ്റെ ശക്തിയല്ല, സ്നേഹമാണ്. സിംഹാസനൂഢനായി കുരിശിൽ കിടന്നുകൊണ്ടാണ് അവിടുന്ന് ലോകം ഭരിച്ചത്. മനുഷ്യരുടെ ഹൃദയങ്ങളെയാണ് അവിടുന്ന് കീഴടക്കിയത്. അടുത്ത ജ്ഞാനി യുവാവായിരുന്ന കാസ്പറായിരുന്നു. അയാൾ ഉണ്ണീശോയ്ക്ക് കാഴ്ച സമർപ്പിച്ചത് കുന്തിരിക്കമായിരുന്നു. ആചാരമനുസരിച്ച് കുന്തിരിക്കം സമ്മാനമായി നൽകുന്നത് പുരോഹിതന് വേണ്ടിയാണ്. ദേവാലയത്തിലെ ആരാധനയ്ക്കും ബലിയർപ്പണത്തിനും അതിലെരിയുന്ന കുന്തിരിക്കത്തിൻ്റെ ഹൃദ്യമായ സുഗന്ധം പ്രസരിക്കണം. ദൈവത്തിലേക്ക് മനുഷ്യൻ്റെ പാത വെട്ടിത്തുറക്കലാണ് ഒരു പുരോഹിതൻ്റെ ദൗത്യം. ദൈവത്തിനും മനുഷ്യനുമിടയിലുള്ള സ്വർഗീയ സുവർണ ഗോവണിയാണ് ഈശോ. ഇരുണ്ട നിറവും മുഖത്ത് കുറ്റി രോമങ്ങളുമുള്ള വ്യക്തിയാണ് ബാൾത്താസർ മീറയാണ് ഈശോയ്ക്ക് സമർപ്പിച്ചത്. മരണാസന്നർക്ക് വേണ്ടിയുള്ളതാണ് മീറ. മൃതശരീരത്തിൽ ലേപനം ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. മനുഷ്യർക്ക് വേണ്ടി ജീവിക്കാനും മരിക്കാനുമാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. 3 ജ്ഞാനികളും കാഴ്ച അർപ്പിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ ഊഴമാണ്. പുൽക്കുട്ടിൽ പിറക്കുന്ന ഉണ്ണീശോയ്ക്ക് കൊടുക്കുവാൻ എന്തൊക്കെ ഒരുക്കിയിട്ടുണ്ടെന്ന് നാം ചിന്തിക്കണം. നമ്മുടെ സഹനങ്ങളും ദാനധർമ്മങ്ങളും ഉപവാസവും പ്രാർത്ഥനയും എല്ലാം ഈശോയ്ക്ക് കൊടുക്കാൻ വേണ്ടി നമുക്ക് പാകപ്പെടുത്തി വെക്കാം. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ്